So good evening all. നമ്മൾ ഇന്നത്തെ നമ്മുടെ ധ്വനി എന്ന് പറയുന്ന എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇന്ന് നമ്മുടേത് 11th എഡിഷൻ ഓഫ് ധ്വനിയാണ്, മ്യൂസിക്കൽ ഈവനിങ്. അതിൽ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ 3-4 സിംഗേഴ്സിന്റെ പാട്ടാണ് നമ്മളിവിടെ. ചിലത് വീഡിയോ ആയിരിക്കും, ചിലത് അവർ നേരിട്ട് പാടുന്ന ലൈവ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമുക്കൊരു ഗസ്റ്റും കൂടി ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പൽ തന്നെയാണ്. സാർ സുരേഷ് സാറായിരുന്നു ഈ കഴിഞ്ഞ മെയ് 31 വരെ. അത് കഴിഞ്ഞ് സാറ് റിട്ടയർ ചെയ്തു. ജൂൺ 1 രാജീവ് സാറ് ചാർജ് എടുത്തു. അപ്പൊ സാറാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. ഇവിടെ വെൽക്കം ചെയ്യാന്നുള്ളതാണ് എന്റെ അജണ്ട. സോ വെൽക്കം യു ഓൾ. നമ്മളെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, ശ്രീ മഹാദേവൻ പിള്ള സാർ. പിന്നെ ഫോമർ പ്രിൻസിപ്പൽസ് ബാബു രാജേന്ദ്രൻ സാറുണ്ട്. പിന്നെ സീനിയർ മോസ്റ്റ് മെമ്പേഴ്സ് നമ്പ്യാർ സാർ ആൻഡ് ടീം, ആൻഡ് ദെൻ യങ്ങർ ജനറേഷൻ വരെ ഉണ്ട്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഗസ്റ്റ് രാജീവ് സാറിനെയും ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സിംഗേഴ്സ് ആയിട്ട് ഇന്ന് നമുക്ക് വരാനിരിക്കുന്ന ശ്രീ അബ്രഹാം അലക്സ്, 1973-77 ബാച്ച് സിവിൽ. ശ്രീമതി സുധാ രാഘവൻ, 1980-86 ബാച്ച് സിവിൽ. ശ്രീ രാജീവ് അമ്പാട്ട്, 2002-6 ബാച്ച് ECE. ദെൻ കീർത്തന ഉണ്ണി, 2015-19 ബാച്ച് ട്രിപ്പിളി. 4 അലുമിനി മെമ്പേഴ്സും ഒപ്പം തന്നെ എല്ലാ ധ്വനി പ്രോഗ്രാമിലും ഉള്ളതുപോലെ ഒരു കോളേജിൽ നിന്ന് ഒരു സ്റ്റാഫും കൂടി ഉണ്ടാവും. അത് നമ്മുടെ ഈശ്വരൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ഇലക്ട്രിക്കലിലെ സ്റ്റാഫാണ്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒന്നും കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡോക്ടർ രാജീവ് 1998 ഒക്ടോബറിൽ NSS എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായി. 2022 മുതൽ പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമാണ്. ബാംഗ്ലൂർ IISc-യിൽ നിന്ന് PhD എടുത്ത് IISc-യിൽ നിന്നാണ് PhD എടുത്തത്. ദെൻ 2007 മുതൽ 2012 വരെ തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. 20ഓളം ലേഖനങ്ങൾ അന്താരാഷ്ട്ര ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരവധി ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള സാങ്കേതിക സർവകലാശാല എന്നിവയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആജീവന അംഗമാണ്. പിന്നെ ഇത്രയാണ് സാറിന്റെ അക്കാഡമിക് പെർഫോമൻസ്. സാറ് എല്ലാവരും വ്യത്യസ്തമായിട്ട് കലയും കൂടി ഉണ്ട് സാറിന്. കഥകളി കലാകാരനാണ്, പ്രഭാഷകൻ, ഗാനരചയിതാവ് എന്നീ ഇനങ്ങളിലും ശ്രദ്ധേയനാണ്. ഭാരതീയ ദർശനം, ശാസ്ത്രവും ശാസ്ത്രീയതയും എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിന്മയ മിഷന്റെ ഗുരുശ്രീ പുരസ്കാരം ഉൾപ്പെടെയുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. വിത്ത് ദിസ് ഇൻട്രൊഡക്ഷൻ ഐ ഇൻവൈറ്റ് ഡോക്ടർ രാജീവ് ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ആൻഡ് ഓൾസോ സാറിന്റെ ഒരു പാട്ടും കൂടി കേൾക്കണം. വെൽക്കം യു സാർ. എക്സിറ്റ് ആയിട്ടുണ്ടോ സാറ്? അല്ല, ഉണ്ടല്ലോ, മ്യൂട്ടാണ്. ഹലോ ഹലോ, കേൾക്കാമോ? എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു വലിയ നമസ്കാരം. സംഗീതത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ഈ ധ്വനി എന്നുള്ള ഈ പ്രോഗ്രാം. സംഗീതത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മനുഷ്യരെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തെയും ചേഞ്ച് ചെയ്യാൻ സാധിക്കും സംഗീതത്തിന്. മനുഷ്യരുടെ കാര്യം എന്തിനു പറയുന്നു, നമ്മുടെ ഏത് മതവിഭാഗമായാലും എല്ലാ ദേവീ ദേവതാമാരും സംഗീതത്തെ
അത്രയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അവരൊക്കെ സാമഗാന പ്രിയരാണ്. അത് സ്തുതികളിലൂടെയും സങ്കീർത്തനങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും എല്ലാം നമ്മള് ദേവി ദേവന്മാരെ സ്തുതിക്കുന്നുണ്ട്. ആ സംഗീതത്തിന്റെ ഒരു ഒരു ശക്തി എന്ന് പറയുന്നത് അപാരമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ സംഗീത കൂട്ടായ്മ ധ്വനി ഇത്രയും ഉജ്ജ്വലമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും മ്യൂസിക് ഈസ് എ ഹയർ റെവലേഷൻ ദാൻ ഓൾ വിസ്ഡം ആൻഡ് ഫിലോസഫി എന്നാണ് പറയാറ്. ഇപ്പൊ സംഗീതത്തിന്റെ എല്ലാ മാസ്മരിക ശക്തിയും സ്മരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് ഇതിനു മുമ്പും വരണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇതിന് മുമ്പത്തെ പ്രിൻസിപ്പൽ 1-2 പ്രാവശ്യം സുരേഷ് സാറ് ഇങ്ങനെ ഈ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ ഇപ്പോഴാണ് അതിന് അവസരം കിട്ടിയത്. ഈ അവസരം ലഭിച്ചതിൽ ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു ധ്വനിയുടെ സംഘാടകരോടും അതേപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരോടും ജഗദീശ്വരനോടും. ഇതൊരു സംഗീതത്തിന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഒരു സംഗീത എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ സംഗീതത്തിന്റെ ഒരു ഭാഗം അവതരിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും എല്ലാം വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. എനിക്കൊരു ചെറിയ ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് ശബ്ദം ഇച്ചിരി അടഞ്ഞാണ് ഇരിക്കുന്നത്. ഇത് ഒരു മംഗളകരമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ സംഗീതത്തില് മംഗളഗാനം എന്ന് പറയുന്നതും കീർത്തനങ്ങൾ എപ്പോഴും ഹംസധ്വനി രാഗത്തിലുള്ള കീർത്തനങ്ങളാണ്. അപ്പൊ ഹംസധ്വനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ചില പാട്ടുകൾ ചേർത്തിട്ട് ഒരു മെഡ്ലി പോലെ അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടി ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അശ്രുസമുദ്രം തിരയിളക്കും ദേവി നീയെ അഭയ നൗകയായി വരം തന്നു നീ കനിയൂ വരദേ വനജെ ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ ജനനീ അടിയൻ തൂകുമീ ഹൃദയരാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി ശ്രീപദം വിടർന്ന സരസീരുഹത്തിൽ ഹിമബിന്ദു ഹാരം ചൂടി പുലരി പൊൻചായം പൂശി ലാസ്യവതിയായി ദേവി വരുമോ ഏകാന്ത ധ്യാനം തീർക്കാൻ കനകനൂപുരം കാണുന്നോ കളകളാരവം കേൾക്കുന്നോ ഹൃദയം പിടയും പുതുലഹരിയിൽ മിഴികൾ തിരിയും തവവദനം മനതാരിലും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ പ്രിയരാഗമായി വാ ഇല്ലം നിറ 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 വല്ലം നിറ കന്നിക്കിളി കിളി കുഞ്ഞിക്കിളി ഇല്ലം നിറ 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 വല്ലം നിറ ചൊല്ലും കിളി വിഷു കണി കന്നിക്കിളി തുമ്പിലകൾ പിന്നി നീ കുമ്പിളുകൾ തുന്നുമോ നാൾ തോറും മാറ്റേറും ഈ ഓമൽ പെണ്ണിന്റെ യൗവനവും പായവും പൊതിഞ്ഞൊരുങ്ങുവാൻ വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഇളമാനോ പോലെ ഞാലി കുരുവിയോ കൂടുകൂട്ടും പുളകമോ പീലി വീശിയാടും മാമയിലോ പൊന്നിൻ പാളങ്ങൾ എങ്ങോ ചേരും നേരം നിന്നിൽ മോഹങ്ങൾ മഞ്ഞായി വീഴും നേരം കേൾക്കുന്നു
നിൻ ഹൃദയത്തിൽ അതേ നാദമെന്നിൽ ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ എന്നും നീ വന്നു. ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി ഏതോ ജന്മകൽപ്പനയിൽ. പാടും പാട്ടിൻ രാഗം എന്റെ മോഹം തീർക്കും നാദം. ഉണരൂ പൂങ്കുളിരിൽ തേനുറവിൽ വാനൊളിയിൽ നീ എന്റെ സംഗീത ധാരയല്ലേ. ആ ആ ആ ആ രാഗങ്ങളെ മോഹങ്ങളെ ചൂടും ആത്മാവിൻ ഭാവങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ. വെയിലിൽ കളഭം അണിയും വനിയിൽ നിന്നും മലരും നുള്ളി. വെയിലിൽ കളഭം അണിയും വനിയിൽ നിന്നും മലരും നുള്ളി വിടരും നിലവിൽ പടവുകളേറുമ്പോൾ കളമെഴുതിയിടുമ്പോൾ ഇതളുകൾ ചേരുമ്പോൾ രാവിൽ രാഗനിലാവിൽ എന്നാത്മനാഥൻ വന്നെങ്കിൽ പൂക്കൾ തേനല്ലിപ്പൂക്കൾ ഇന്നെന്റെ ദേവൻ തന്നെങ്കിൽ രാവിൽ ഉത്രാടരാവിൽ. പുരാകുംഭസംഭവ മുനിവര പ്രപൂജിതം ത്രികോണമധ്യഗതം മുരാരി പ്രമുഖാദ്യുപാസിതം മൂലാധാരക്ഷേത്ര സ്ഥിതം വരാതി ചത്വാരി വാഗാത്മകം പ്രണവസ്വരൂപ വക്രതുണ്ഡം പ്രണവസ്വരൂപ വക്രതുണ്ഡം നിരന്തരം നിഖില ചന്ദ്രഖണ്ഡം നിജമാമകര വിദ്രുതേഷു ദണ്ഡം കരാംബുജപാശബീജാപൂരം കരാംബുജപാശബീജാപൂര കലുഷവിദൂരം ഭൂതാകാരം ഹരാതി ഗുരുഗുഹദോഷിതബിംബം ഹംസധ്വനി പൂജിത ഹേരംബം ഹരാതി ഗുരുഗുഹദോഷിതബിംബം ഹംസധ്വനി പൂജിത ഹേരംബം വാതാപി ഗണപതിം ഭജേഹം വാരണാസ്യം വരപ്രദം ശ്രീവാതാപി ഗണപതി ഭജേഹം. താങ്ക് യു. താങ്ക് യു സർ. നമുക്ക് ഞാൻ വിളിച്ചു പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞത് ഞാനൊരു പാട്ട് പാടാൻ ശ്രമിക്കാം എന്നായിരുന്നു. പക്ഷെ ഇതിപ്പോ ദേവീ സ്തുതിയും ഗണപതി സ്തുതിയും എല്ലാം ചേർത്തൊരു പാട്ടിന്റെ പാലാഴി തന്നെ തന്നു നമുക്ക് കുറെ. അപ്പൊ കൂടുതൽ നമുക്ക് ഇനിയും രാജീവ് സാറിന്റെ പാട്ടുകൾ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കാം. എനിക്ക് തോന്നുന്നത് അലുമിനി അസോസിയേഷന്റെ വർക്കിംഗ് പ്രസിഡന്റായി ചാർജ് എടുത്തിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാമാണ്. അപ്പൊ നമ്മൾ ഈ അലുമിനി അസോസിയേഷന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് വന്നതിന് നമ്മൾ എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യാനും കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും സാറിന്റെ സപ്പോർട്ട് ഈ പ്രോഗ്രാം മാത്രമല്ല മറ്റു പ്രോഗ്രാംസിനും വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്തതായി ദേവൻ സാറിനെ സംസാരിക്കാനായിട്ട്.
വളരെ മനോഹരമായ ഒരു തുടക്കമായിരുന്നു. ഒരു ഗാനമാലയിലൂടെ പുതിയ പ്രിൻസിപ്പൽ ബഹുമാനായ ഡോക്ടർ രാജീവ്, അദ്ദേഹം ഒരു ഗായകൻ മാത്രമല്ല, ഒരു നല്ല കഥകളി നടൻ കൂടിയാണ്. പക്ഷെ അത് ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിൽ കൂടെ അവതരിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് അതും ഒരിക്കല് അലുമിനി അംഗങ്ങൾക്ക് ദൃശ്യ വേദ്യമാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ് ഞാൻ. 50 ആൾ തികഞ്ഞിട്ടില്ല, ഇനിയും ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 40-ന് മേലെ വന്നിട്ടുണ്ട്. ശുദ്ധ സംഗീതമാണ് ഇപ്പൊ കേട്ടത്. ഇനി ഒരുപക്ഷെ പശ്ചാത്തലത്തിന്റെ അകമ്പടിയോടുകൂടിയായിരിക്കാം പലരും തയ്യാറായിരിക്കുന്ന, കരോക്കെയോ അല്ലെങ്കിൽ റെക്കോർഡഡോ ഒക്കെ ആയിരിക്കാം. എന്തായാലും ധ്വനിയുടെ ഈ 11ാം വേർഷൻ നേരിട്ട് കേൾക്കുന്നവരെക്കാൾ കൂടുതൽ ധ്വനി നമ്മുടെ യൂട്യൂബിൽ കൂടിയാണ് കേൾക്കുന്നത്. ധാരാളം പേര് കേൾക്കുന്നുണ്ട്. കാരണം ഈ ധ്വനിയുടെ ഇതുവരെയുള്ള 10 എപ്പിസോഡുകളും നമ്മൾ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിരവധി പേരത് കാണുന്നുണ്ട്. അപ്പൊ ഇതും അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ ഇടും. അപ്പോൾ സന്തോഷമുണ്ട്. കാരണം ബാബുരാജേന്ദ്രൻ സാർ റിട്ടയർ ചെയ്തതിനു ശേഷം ഒരു ഗായകനായ പ്രിൻസിപ്പലിനെ നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. ഇതിനിടയിലുള്ള പ്രിൻസിപ്പൽമാര് ഗായകരായിരുന്നില്ല എന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ അതൊരു സന്തോഷമുണ്ട്. അപ്പൊ പുതിയ പ്രിൻസിപ്പലിനെ ഞാൻ അലുമിനി അസോസിയേഷനിലേക്ക്, അതിന്റെ ഭാരവാഹിത്വത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുക കൂടിയാണ്. ഇത് ആദ്യത്തെ മീറ്റിംഗ് ആണ് അദ്ദേഹം ചുമതലയെടുത്തതിന് ശേഷം. അതുകൂടാതെ എല്ലാ അലുമിനി അംഗങ്ങൾക്കും ഒരു അനുഭവവേദ്യമായ ഒരു ഗാനദിനം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ അസോസിയേഷന്റെ പേരിൽ സുസ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ ഉപക്രമം അവസാനിപ്പിക്കുന്നു. താങ്ക് യു മഹാദേവൻ സാർ. ഇനി നമുക്ക് പാട്ടുകളിലേക്ക് പോകാം. അതിന്റെ മുന്നേ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ഒരു അപ്രീസിയേഷൻ കൊടുക്കാതെ വയ്യ. കാരണം ഇതിന്റെ ധ്വനി എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് ഉമ്മ ടീച്ചറും രാജശേച്ചിയുമാണ്. ഇവര് നമ്മുടെ അലുമിനി മെമ്പേഴ്സിലുള്ള പാട്ടുകാരെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് അവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരുടെ ഒരു ധ്വനി കഴിയുമ്പോൾ തന്നെ അടുത്ത ആൾക്കാരെ സെർച്ച് ചെയ്ത് തുടങ്ങും. എന്നിട്ട് അവരുടെ വീഡിയോ ക്ലിപ്പിംഗ് മേടിക്കുക. അങ്ങനത്തെ ഒരുപാട് വർക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ഹാർഡ് വർക്കിന്റെ റിട്ടേൺ ആണ് നമുക്ക് ഈ പ്രോഗ്രാം. വളരെയധികം അപ്രീസിയേഷൻ ആണ് എല്ലായിടത്തുനിന്നും കിട്ടുന്നത്. അപ്പൊ അതില് ഇന്നിപ്പോ രാജചേച്ചി, ഉമ്മ ടീച്ചർ ഇവിടെ ഉണ്ട്. രാജചേച്ചിക്ക് ഇന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പെട്ടെന്ന് രാജചേച്ചിയുടെ ഒരു റിലേറ്റീവുടെ മരണം സംഭവിച്ചു. അങ്ങനെ അപ്പൊ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ചേച്ചി അവിടെ നിന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി അടുത്ത പാട്ടുകളിലേക്ക് പോകാനായിട്ട് ഉമ്മ ടീച്ചറെ അടുത്ത സ്പീക്കറിനെ, സിംഗറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉമ്മ ടീച്ചറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു വാസന്തി. നമുക്ക് വാസന്തി പറഞ്ഞ പോലെ ഈ പ്രോഗ്രാം സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസൺ നമ്മുടെ സിംഗേഴ്സും നമ്മുടെ അറ്റൻഡ് ചെയ്യുന്ന അലുമിനി മെമ്പേഴ്സും ആണ്. അലുമിനി മെമ്പേഴ്സ് മാത്രമല്ല, ഫാക്കൽറ്റിയുടെ സൈഡിൽ നിന്നും എല്ലാവരുടെ കയ്യിൽ നിന്നും നല്ലൊരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ പ്രോഗ്രാം നന്നായി നടക്കുന്നത്. നമുക്ക് ഇന്ന് പാടാൻ എത്തിയിട്ടുള്ളത് ആദ്യമായിട്ട് ഞാൻ അലക്സ് എബ്രഹാം സാറ് 1973-77 ബാച്ചാണ്. സാറ് ഇവിടെ സിവിൽ എഞ്ചിനീയർ ആയിട്ട് കേരള PWDയിലും സെൻട്രൽ PWDയിലും വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഇറാഖ് ഗവൺമെന്റിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം സാറ് റിട്ടയർ ചെയ്തത് എറ്റിസലാത്ത് ദുബായ് ബ്രാഞ്ചിൽ നിന്ന് എഞ്ചിനീയർ ഫെസിലിറ്റി മാനേജ്മെന്റ് ആയിട്ടാണ്. അപ്പോ നമ്മൾ പല ധ്വനി പ്രോഗ്രാമിലും സാറിന്റെ പേരുകൾ ചാറ്റിൽ വന്നിരുന്നു. നെക്സ്റ്റ് ടൈം അലക്സിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഇപ്രാവശ്യമാണ് സാറിനും അവൈലബിൾ ആവാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സാർ അപ്പോ ഏത് പാട്ടാ പാടണ എന്നുള്ളത് ഒന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പാട്ടിലേക്ക് പോവാം. സാർ ഒരു 4 വരി ലൈവായിട്ട് പാടിയിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. Thank you for the introduction. എൻ്റെ പേര് എബ്രഹാം അലക്സ്. ഉമ ദേവി മാം ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നതുകൊണ്ട് ഫർദറായിട്ടൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാലും വലിയ
പാട്ടൊന്നും പഠിക്കാതെ ഒരു പാട്ടിൻ്റെ ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ആള്, ഇത്രയും നല്ല പ്രൊഫഷണൽ സിംഗേഴ്സൊക്കെ ഉള്ള ഒരു കോളേജിൽ ഇപ്പോഴും എന്നെ പോലുള്ള പാട്ടുകാരെ ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്കൊരു ഒരു 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 ബ്ലെസ്സിങ് ആണ്. വലിയ പാട്ടുകാരനൊന്നും അല്ല, എന്നാലും പിടിച്ചു നിൽക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു കോമ്പറ്റീഷനൊന്നും അല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ സുമയോട് പറഞ്ഞപ്പോൾ ഇത് അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും അല്ല സാറേ, നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടി എല്ലാ ബാച്ചുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഏതായാലും ഇറ്റ്സ് എ വെരി ഗുഡ് സക്സസ്ഫുൾ പ്രോഗ്രാം. അപ്രീഷിയേറ്റ് ദി കോർഡിനേറ്റേഴ്സ് ആൻഡ് ദി അലുമിനി ഒഫീഷ്യൽസ്. അപ്പം സീക്വൻസ് അനുസരിച്ച് ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നത് വാതിൽ പഴുതിലൂടെ മുന്നിൽ എന്ന് പറഞ്ഞത് ഒരു പാട്ട്, യേശുദാസ് പാടിയത്. മ്യൂസിക് മൂവി ഇടവഴിയിൽ ഒരു കാലൊച്ച, ONV കുറുപ്പ് സാർ എഴുതി, ദക്ഷിണാമൂർത്തി സാറ് ഇടനാഴിയിൽ ഒരു കാലൊച്ച അല്ലേ? ഒരു ശകലം പാടാം, അത് കഴിയുമ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുമായിരിക്കും. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലവൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. താങ്ക് യു. ശ്രീജിത്ത് പ്ലേ ചെയ്യാം. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലവൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകെ, അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഹൃദയത്തിൻ തന്ത്രിയിൽ ആരോ വിരൽ തൊടും മൃദുലമം വിസ്മയം പോലെ, ഇലകളിൽ ജലകണം തിറ്റു വീഴും പോലെ, ഉയിരിൽ അമൃതം അടിച്ച പോലെ, കരളവിലോലം കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ പോയി, അറിയാതെ പോയി.
മോഹപടം കാട്ടിയ പൂവിനെ മധുകരം നുകരാതെ ഉഴറും പോലെ അരിയമിൻ കാലത്ത് കൊല്ലിയ മന്ത്രത്തിൽ പൊരുളറിയാതെ ഞാൻ നിന്നു. വിരലുകൾ കളമെഴുതുന്നോരൻ മുന്നിൽ മറ്റൊരു സന്ധ്യയായി വന്നു, മറ്റൊരു സന്ധ്യയായി വന്നു. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമ വാരി വിതറും ത്രിസന്ധ്യ പോകെ അതിലോലമും ഇടനാഴിയിൽ നിൽക്കണമാനം കാലൊച്ച കേട്ടു, മധുരമ കാലൊച്ച കേട്ടു. താങ്ക് യു. താങ്ക് യു സർ. വളരെ നല്ല നൊസ്റ്റാൾജിക് സോങ്, അതുപോലെ തന്നെ സൗണ്ടും മ്യൂസിക് എല്ലാം വളരെ നല്ലതായിരുന്നു. ഇനി അടുത്ത സിംഗർ സുധ ആർ മാഡം ആണ്. മാഡം 1982 to 86 ബാച്ചില് സിവിലില് പഠിച്ചാണ്. ഇപ്പൊ കറന്റ്ലി വർക്കിംഗ് ആസ് ഫിസിക്സ് ടീച്ചർ, സെക്കൻഡറി സ്കൂൾ, റൂട്ട്ലാൻഡ്, UK. വെൽക്കം യു മാം. ഹലോ അലക്സ, വളരെ അസലായിട്ട് പാടി കേട്ടോ, നന്നായി Thank you. പാടി. എനിക്കിവിടെ Thank you. മ്യൂസിക് കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷേ യുവർ വോയിസ് ഈസ് റിയലി ഗുഡ്. ഞാൻ 82-86 ബാച്ച് സിവിൽ എഞ്ചിനീയറിംഗ്. എൻ്റെ അച്ഛൻ ബാലകൃഷ്ണ പണിക്കർ. ഞാനിവിടെ UK-ലാണ് കുറെ കാലമായിട്ട് താമസിക്കുന്നത്. താങ്ക് യു ഉമ ഫോർ ഇൻവൈറ്റിംഗ് മീ. ഞാൻ ആദ്യമായി പാടുന്ന ഒരു വളരെ ഓൾഡ് ഹിന്ദി സോങ്. It's from the movie 1954. It was out in 1954. The music, the name of the movie is R-Par. And the song is written by Majru Sultanpuri. And the music is by O.P. Nair. And it's sung by Geeta Dutt. അപ്പോൾ എൻ്റെ ഒരു എളിയ ശ്രമം. ഇതിൻ്റെ വീഡിയോ ഉണ്ടാക്കിയത് എൻ്റെ മോളാണ്. അപ്പോൾ അത് ശരിക്കും പ്ലേ എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ രണ്ടുപേരും പാടാം. ഓക്കെ. बाबूजी तेरे चलना, प्यार में जरा संभलना, बड़े धोखे है इस राह में, बाबूजी तेरे चलना. ഇനി വീഡിയോ കേൾക്കാം. പ്ലേ ചെയ്തോളൂ വീഡിയോ. ശ്രീജിത്ത് സർ. बाबूजी धीरे चलना, प्यार में जरा संभलना, हाँ बड़े धोखे हैं इस राह में, बाबूजी धीरे चलना, प्यार में जरा संभलना, हाँ बड़े धोखे हैं इस राह में, बाबूजी धीरे चलना. जैसे जाते हो सब कुछ लुटाए, ये तो बाबूजी पहला कदम है, नजर आते हैं अपने पराए, हाँ बड़े धोखे हैं इस राह में, बाबूजी धीरे चलना, प्यार में जरा संभलना, हाँ बाबूजी धीरे चलना. ये मोहब्बत है ओ भोले भाले, करना दिल को ख्वाबों के हवाले, काम और पटका नाजुक होता है, आके होठों पे टूटेंगे प्याले, हाँ बाबूजी धीरे चलना, प्यार में
धोखे हैं इस राह में, बाबूजी धीरे चलना। हो गई है किसी से जो अनबन, थाम ले दूसरा कोई दामन। जिंदगानी की राहें अजब है, हो अकेला तो लाखों है दुश्मन। हाँ बड़े धोखे हैं इस राह में, बाबूजी धीरे चलना। प्यार में जरा संभलना। हाँ बड़े धोखे हैं इस राह में, बाबूजी धीरे चलना। സുധ നന്നായി പാടി. അതുപോലെ ആ വിഷ്വൽസും ആ മൂവിയുടെ വിഷ്വൽസും കൂടി വന്നപ്പോ അത് നല്ല. മോളോടും പ്രത്യേകം താങ്ക്സ് പറയണം. അത് ചെയ്തത് മോളാണെന്നാണല്ലോ പറഞ്ഞത്. അതെ അതെ, അപ്പൊ മോളാണ്. നന്നായിരുന്നു. എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷെ കുഴപ്പമില്ല. നന്നായിരുന്നു. താങ്ക് യു. ഇതൊക്കെ കേൾക്കാൻ കുഴപ്പമില്ലായിരുന്നു. ആ. അപ്പൊ നമുക്ക് അടുത്ത സിംഗർ രാജീവ് അമ്പാട്ട്. രാജീവ് 2002-2006 ബാച്ച് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. രാജീവ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഈസ് ഫൗണ്ടറിനെ പറ്റിയൊക്കെ നമുക്ക് സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ് രാജീവ്. അതുപോലെ തന്നെ ധ്വനി പ്രോഗ്രാമിലും മുമ്പ് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് രാജീവ്. നന്നായി നമ്മളെ മുമ്പ് ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം രാജീവിന് കുറച്ചൊരു ത്രോട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് രാജീവ് പറഞ്ഞു. എന്നാലും നമുക്ക് രാജീവിന്റെ പാട്ട് കേൾക്കാം. രാജീവ് ഏത് പാട്ടാ പാടണം നോക്കി എൻജോയ് ചെയ്യാം. രാജീവ്, വെൽക്കം യു. കേൾക്കാമോ? ഹലോ. കേൾക്കാം. ഞാൻ ആക്ച്വലി പുറത്താണ്, നെറ്റ്വർക്ക് കുറച്ച് മോശമാണ്. പാസ് ഔട്ട് ആണ്. വീഡിയോ ഓഫ് ചെയ്തോളൂ രാജീവ്. പറയാം. ഈ നമ്പർ എന്ന് പറയാം. എല്ലാവിധ പഠനങ്ങളും ഇങ്ങനെ പാടാൻ പറഞ്ഞപ്പോ ചെന്നായിട്ട് പോയാലും പാടാൻ വിചാരിച്ചു. അത് രണ്ടുപേരും പാടാം. ബാക്കിയുള്ളത് താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. സ്വർഗങ്ങളും വാചാലം താങ്ക് യു. ഓക്കെ, കുറച്ച് നെറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പ്ലേ ചെയ്യാം. വാചാലം എൻ മൗനവും നിൻ മൗനവും, തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും. വാചാലം
വാചാലം വാചാലം നിൻമൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം വാചാലം ഒരു വയൽ പക്ഷിയായി പൂഞ്ചിറകിന്മേൽ ഉയരുന്നു ഞാൻ ഉയരുന്നു മണിത്തെന്നലായി താഴ്വരയാകെ ഒഴുകുന്നു നീ ഒഴുകുന്നു മണിമുഴൻ കുഴലിലായി നാടാകവേ സംഗീതം കളിരിലം തളിരിലായി കാടാകവേ രോമാഞ്ചം വാചാലം നിൻമൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം വാചാലം ഒരു മുളം തത്തയായി ഇളവേൽക്കുന്നു ഓരിലയില നുകരുന്നു ഋതുമതി പൂവുകൾ താളമിടുന്നു ഹൃദയം താനേ പാടുന്നു മണിമുഴൻ കഴലിലായി നാടാകവേ സംഗീതം കളിരിലം തളിരിലായി കാടാകവേ രോമാഞ്ചം വാചാലം നിൻമൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം 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 നിൻമൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം വാചാലം താങ്ക് യു രാജീവ്. വളരെ നല്ല വോയിസ്, നല്ല ഒരു സോങ് സെലക്ഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത സിംഗർ കീർത്തന ഉണ്ണിയാണ്. കീർത്തന ഇവിടെ 2015-19 ബാച്ചാണ്, യങ്ങസ്റ്റ് സിംഗർ. കീർത്തന ഇവിടെ നിന്ന് ബിടെക് കഴിഞ്ഞ് അമൃത യൂണിവേഴ്സിറ്റിയിൽ എംടെക് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ തന്നെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കീർത്തന, വെൽക്കം യു. ഗുഡ് ഈവനിങ്. ഇപ്പോൾ മിസ് പറഞ്ഞ പോലെ എൻ്റെ പേര് കീർത്തന. ഞാൻ 2015-19 ട്രിപ്പിൾ ബാച്ച് പാസ് ഔട്ട് ആണ്. ഇപ്പൊ ഞാൻ NSSൽ തന്നെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ഓപ്പർച്യൂണിറ്റി ധ്വനിയിൽ പാടാൻ തന്ന വാസന്തി മിസ്സിനും ഉമാ മിസ്സിനും ഒക്കെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായി പാടാൻ പോകുന്നത് മൗനം സ്വരമായി എന്ന് പറഞ്ഞ പാട്ടാണ്. ആയുഷ്കാലം മൂവിയിലെ പാട്ടാണ്. ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഔസേപ്പച്ചൻ സാറാണ്. ലിറിക്സ് എഴുതിയിട്ടുള്ളത് കൈതപ്പുറം സാറാണ്. പാടിയിരിക്കുന്നത് യേശുദാസ് സാറാണ്. സോ ഞാനൊരു രണ്ടുപേര് പാടാം. മൗനം സ്വരമായി എൻ പൊൻവീ വോയിസ് കട്ടായി പോയല്ലോ. ഡിസ്കണക്ട് ഡിസ്കണക്ട് ആയോ? ആയോ കീർത്തന?
ആ ഇപ്പൊ കേക്കാം. കേൾക്കുന്നുണ്ടോ മിസ്സേ? ആ കേക്കാം കേക്കാം. വീഡിയോ വേണേ ഓഫ് ചെയ്തോളൂ. കീർത്തന വീഡിയോ ഓഫ് ചെയ്തോളൂ. നെറ്റ്വർക്ക് ശരിയാവുന്നില്ല. പാട്ട് ബ്രേക്ക് ആയി പോകുന്നു. ഒന്നും കൂടെ പറയാം. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിലയത്തിൽ ആരോ സാന്ത്വനമായി മുരളികയോടെ ദൂരെ ആ ഈ പാട്ട് വീഡിയോ പ്ലേ ചെയ്യാൻ തോന്നുന്നു അല്ലെ? വോയിസ് ബ്രേക്ക് ആവുന്നു. പ്ലേ ചെയ്യാൻ സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോടെ ദൂരെ ആ ജന്മം സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ
കീർത്തന വളരെ നന്നായിരുന്നു. നല്ലൊരു പാട്ട്, നന്നായി പാടും ചെയ്തു. ഓക്കെ. കീർത്തന എന്താണ് ക്ലാസിക്കൽ സോങ്സ് പഠിച്ചതാണ്. കീർത്തനങ്ങളൊക്കെ പാടാറുണ്ട്, കച്ചേരിയൊക്കെ നടത്താറുണ്ട് അമ്പലങ്ങളിലൊക്കെ. അതുകൂടി പറയാൻ വാസന്തി പറയാൻ വിട്ടുപോയി, ഇപ്പൊ ഞാൻ പറയാണ്. നമുക്ക് വീണ്ടും അലക്സ് സാറിന്റെ ഒരു പാട്ട് കേൾക്കാം. അലക്സ് സാർ ഏത് പാട്ടാണ്? അടുത്ത ഒരു ഹിന്ദി ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അധികം ഹിന്ദി പാടാറില്ല, എന്നാലും ഇത് മാനാഹോത്തും എന്ന് പറഞ്ഞൊരു പഴയ പാട്ട്, ടൂറ്റെ ഖിലോനെ, അതിനകത്ത് കൈഫി ആസ്മി എഴുതിയത്, മ്യൂസിക് ബപ്പി ലഹരി, പാടിയത് നമ്മുടെ ലിജൻഡറി യേശുദാസ്. ഒന്ന് ട്രൈ ചെയ്യാം. माना हो तुम बेहद हसी, ऐसे बुरे हम भी नहीं, देखो कभी तो प्यार से, डरते हो क्यों इकरार से, माना हो तुम बेहद हसी, ऐसे बुरे हम भी नहीं. Thank you. ശ്രീജിത്ത് പ്ലേ ചെയ്യാം. माना हो तुम बेहद हंसी, ऐसे बुरे हम भी नहीं, माना हो तुम बेहद हंसी, ऐसे बुरे हम भी नहीं, देखो कभी तो प्यार से, डरते हो क्यों इकरार से, माना हो तुम बेहद हंसी, ऐसे बुरे हम भी नहीं. खुलता नहीं कुछ दिलरुबा, तुम हमसे खुश हो क्या हो खफा, तिरछी
की अदा लगते हो क्यों बेजार से, देखो कभी तो प्यार से, डरते हो क्यों इकरार से, माना हो तुम बेहद हंसी, ऐसे बुरे हम भी नहीं। तुम दो कदम दो साथ अगर आसान हो जाए सफर, छोड़ो भी ये दुनिया का घर, छोड़ो न दिल इनकार से, देखो कभी तो प्यार से, डरते हो क्यों इकरार से, माना हो तुम बेहद हंसी, ऐसे बुरे हम भी नहीं, देखो कभी तो प्यार से, डरते हो क्यों इकरार से। Thank you, thank you, thank you. അലക്സ് സൂപ്പർ ആയിരുന്നു. സാറ് ഹിന്ദി അധികം പാടാറില്ല എന്ന് പറഞ്ഞ് പാടിയപ്പം പ്രൊഫഷണൽ സിംഗർ പാടുന്ന പോലെ ആയിപ്പോയി. വളരെ നല്ലതായിരുന്നു. സാറിന്റെ സോങ് സെലക്ഷൻ വാസ് സൂപ്പർ. പാട്ടും സൗണ്ടിന് ചേർന്ന് വരുന്നുണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. അടുത്ത് നമുക്ക് സുധാ മാഡത്തിന്റെ ഒരു പാട്ട് കൂടി കേൾക്കാം. ഹലോ, കേൾക്കുന്നോ? കേൾക്കാമോ? കേക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങോട്ടേക്ക് ഒന്നും ശരിക്കും കേൾക്കാം. കേൾക്കുന്നില്ല. അതെ, കേൾക്കാം. ഞാൻ അടുത്തത് പാടുന്നത് ഒരു മലയാളം സോങ് ആണ്. വളരെ ഫേമസ് ആണ്. ഉള്ളടക്കം എന്ന സിനിമയിലെ 1991 ഉള്ളടക്കം എന്ന സിനിമയിലെ ഔസേപ്പച്ചൻ സാർ മ്യൂസിക് കൊടുത്ത് കൈതപ്രത്തിന്റെ ലിറിക്സില് പാതിരാമേതോ ഹംസഗീതം പാടി വീണപൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു
ചന്ദ്രഹൃദയം തേടി പാതിരാമഴേതോ ഹംസഗീതം പാടി. Okay, hope you enjoy it. പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലമാർമുകിലോളം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴയേതോ ഹംസഗീതം പാടി.
ഓ ബ്യൂട്ടിഫുൾ സുധ. താങ്ക് യു. വളരെ നന്നായിരുന്നു. ആ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോ നമുക്കൊരു ഉള്ളിലൊരു വിഷമാണോ അതോ പാട്ടിനോടുള്ളതും എല്ലാം കൂടി ഒരു ഫീലിംഗ് വരും ശരിക്കും. നല്ല അങ്ങനത്തെ ഒരു പാട്ട്. ഭാവമുണ്ടായിരുന്നു, നല്ല ഭാവത്തിലാണ്. താങ്ക് യു. ഇത് മോളുടെ വകയാണ്. അത് അവള് എല്ലാം കൂടെ കമ്പൈൽ ചെയ്താണ്. എനിക്ക് മ്യൂസിക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെ താങ്ക്സ്. എല്ലാം കേട്ടു, നന്നായിരുന്നു. അപ്പൊ നമുക്ക് അടുത്തത് രാജീവിന്റെ ഒരു സോങ് കേൾക്കാം. രാജീവ് ഒരു നെറ്റ്വർക്ക് ഇപ്പൊ ഓക്കെ ആയോന്ന് അറിയില്ല. നേരത്തെ സംസാരിച്ചപ്പോ നമുക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. രാജീവ്, അടുത്ത സോങ് ഏതാ പാടുന്നെന്ന് പറഞ്ഞിട്ട്. നെറ്റ്വർക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് ഇപ്പൊ കേൾക്കാം. അടുത്തത് ഒരു ഹിന്ദി ഇപ്പൊ പാട്ടാണ്. കേൾക്കാം. അടുത്തത് ഒരു ഹിന്ദി സോങ് ആണ്. നമ്മുടെ യേശുദാസേട്ടൻ പാടിയ ഒരു ഹിന്ദി ഫേമസ് ആയിട്ടുള്ള ഒരു ഹിന്ദി സോങ്. जब दीप जले जब शाम ढले जब दीप जले जब शाम ढले संकेत मिलन का भूल न जाना मेरा प्यार न बिसराना जब दीप जले जब शाम ढले. Thank you. I hope you enjoy the song. Thank you. വീഡിയോ വന്നില്ല. जब दीप जले जब दीप जले आना जब शाम ढले आना जब दीप जले आना जब शाम ढले आना संकेत मिलन का भूल न जाना मेरा प्यार न बिसराना जब दीप जले आना जब शाम ढले आना. मैं पलकन डगर बुहारूंगा तेरी राह निहारूंगा मैं पलकन डगर बुहारूंगा तेरी राह निहारूंगा मेरी प्रीत का काजल तुम अपने नैनों में मले आना जब दीप जले आना जब
जब शाम ढले आना। पहली बार मिले थे हम, जिस जगह से संग चलते हम जहाँ। पहली बार मिले थे हम, जिस जगह से संग चलते हम। नदिया के किनारे आज उसी अम्बा के तले आना। जब दीप जले आना, जब शाम ढले आना। मेरी गा रे गा मा ग रे सा सा नी पा पा मा रे ग सा नी सा गा पा मा मा पा। नित सांझ सवेरे मिलते हैं आ नित सांझ सवेरे मिलते हैं। देखे तारे खिलते हैं नित सांझ सवेरे मिलते हैं। उन्हें देख के तारे गिरते हैं, लेते हैं विदाई दूजे से कहते हैं चले आना। जब दीप जले आना, जब शाम ढले आना। संकेत मिलन का भूल न जाना, प्यार न बिसराना। जब दीप जले आना, जब शाम ढले आना। വളരെ നല്ലതായിരുന്നു രാജീവ്. ഇനി അടുത്ത് നമുക്ക് കീർത്തനയുടെ ഒരു പാട്ട് കേൾക്കാം. കീർത്തന. മിസ്, അടുത്ത ഞാൻ പാടാൻ പോകുന്നത് ഇരുവർ സിനിമയിലെ നറുമുകേ നറുമുകേ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. അത് മ്യൂസിക് ചെയ്തിട്ടുള്ളത് AR റഹ്മാൻ സാറാണ്. ലിറിക്സ് വൈരമുത്തു സാറ്. പാടിയിരിക്കുന്നത് P ഉണ്ണികൃഷ്ണൻ സാറും ബോംബെ ജയശ്രീ മാമും ആണ്. നറുമുകയേ നറുമുകയേ നീയൊരു നാഴികை நில்லாய், செங்கனி ஊறிய வாய் திறந்து நீயொரு திருமொழி சொல்லாய். அற்றை திங்களன் நிலவில் நெற்றித்தரள நீர் வடிய ஒற்ற பொய்கையாடியவள் நீயா. அற்றை திங்களன் நிலவில் நெற்றித்தரள நீர் வடிய ஒற்ற பொய்கையாடியவள் നീയാ. ബാക്കി നമുക്ക് കേൾക്കാം.
நெற்றிக்கரள நீர்வடிய கொற்றப் பொய்கையாடியவள் நீயா அற்றை திங்களன் நிலவில் நெற்றிக்கரள நீர்வடிய கொற்றப் பொய்கையாடியவள் நீயா திருமகனே திருமகனே நீ ஒரு நாள் இதை பாராய் வெண்ணிற புறவையில் வந்தவனே வேல்விழி மொழிகள் கேளாய் அற்றை திங்களன் நிலவில் கொற்றப் பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா அற்றை திங்களன் நிலவில் கொற்றப் பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா மந்திமானி அம்புகள் என் மார்துளைத்ததென்ன மந்திமானி அம்புகள் என் மார்துளைத்ததென்ன பாண்டி நாடனை கண்ட என் மனம் பசனை கொண்டதென்ன நிலாவிலே பார்த்த வண்ணம் கனாவிலே தோன்றும் இன்னும் நிலாவிலே பார்த்த வண்ணம் கனாவிலே தோன்றும் இன்னும் இளைத்தேன் துடித்தேன் பொறுக்கவில்லை இடையினில் மேகலை இருக்கவில்லை நறுமுகையே நறுமுகையே நீ ஒரு நாளிகை வில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் கொற்றப் பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா அற்றை திங்களன் நிலவில் நெற்றிக் கரள நீர்வடிய கொற்றப் பொய்கையாடியவள் நீயா யாயும் யாயும் யாராகியரோ நெஞ்சில் நேர்ந்ததென்ன யாயும் யாயும் யாராகியரோ நெஞ்சில் நேர்ந்ததென்ன யானும் நீயும் எவ்வளை அறிவும் உறவு சேர்ந்ததென்ன ஒரே ஒரு தீண்டல் செய்தாய் உயிர் கொடி பூத்ததென்ன ஒரே ஒரு தீண்டல் செய்தாய் உயிர் கொடி பூத்ததென்ன செம்புளம் சேர்ந்த நீர் துளி போல் அன்புடன் நெஞ்சம் கலந்ததென்ன திருமகனே திருமகனே நீ ஒரு நாளிகை பாராய் வெண்ணிற புறவையில் வந்தவனே வேல்விழி மொழிகள் கேளாய் அற்றை திங்களன் நிலவில் கொற்றப் பொய்கையாடுகையில்
ஒற்றை பார்வை பார்த்தவனும் நீயா அற்றை திங்களன் நிலவில் நெற்றிக் கரண நீர் வடிய கொற்ற பொய்கையாடியவள் நீயா 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 நீயா. വളരെ നല്ലതായിരുന്നു. ഇനി നമുക്ക് അടുത്തത് ഈശ്വരൻ നമ്പൂതിരി എന്ന് പറഞ്ഞ നമ്മുടെ കോളേജിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ അംഗമാണ്. അദ്ദേഹത്തിന് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. 1999 ഇലക്ട്രിക്കലിൽ ജോയിൻ ചെയ്തു. പിന്നെ കച്ചേരിക്കൊക്കെ പോകുന്നുണ്ട് സർ അല്ലെ, അങ്ങനത്തെ ഒക്കെ വളരെ നന്നായിട്ട് പാടുന്ന ഒരാളാണ്. നമുക്ക് പാട്ട് കേൾക്കാം. കുയിലിൻ്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു. കുയിലിൻ്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു. ഒരു മൊഴിമുല്ല പൂങ്കാട്ടിൽ രണ്ടു കുവലയ പൂക്കൾ വിടർന്നു. കുയിലിൻ്റെ മണിനാദം കേട്ടു. മാനത്തെ മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി. ആമിഴിത്താമരപ്പൂവിൽ നിന്നും ആശാപരാഗം പറന്നു. ആ വർണ്ണരാഗപരാഗം എൻ്റെ ജീവനിൽ പുൽകിപ്പടർന്നു. കുയിലിൻ്റെ മണിനാദം കേട്ടു. ആരണ്യസുന്ദരി ദേഹം ചാർത്തുമാതിര നൂൽച്ചെല പോലെ ഈ കാട്ടുപൂന്തേനരുവി മിന്നും ഇളവയിൽ പൊന്നിൽ തിളങ്ങി. ഈ നദി തീരത്തു നീയാം സ്വപ്നമീണമായി എന്നിൽ നിറഞ്ഞു. കുയിലിൻ്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു. കുറുമൊഴിമുല്ല പൂങ്കാട്ടിൽ രണ്ട് കുവലയ പൂക്കൾ വിടർന്നു. കുയിലിൻ്റെ മണിനാദം കേട്ടു.
നല്ല സോങ് ആയിരുന്നു. ഈശ്വരൻ നമ്പൂതിരി നമ്മളോട് കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇതുവരെ നമ്മുടെ ലിസ്റ്റിലുള്ള അലുമിനി മെമ്പേഴ്സിന്റെ സോങ്സും അതുപോലെ ഫാക്കൽറ്റിയുടെ സ്റ്റാഫിന്റെ സോങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ പാടാനുള്ളൊരു ചാൻസ് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് ഓൾറെഡി ലേറ്റ് ആയി, എന്നാലും നമുക്ക് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കാം. ഓൾറെഡി ഒരു സാറ് നമുക്കൊരു സോങ് അയച്ചു തന്നിട്ടുണ്ട്, കൃഷ്ണകുമാർ സാറ്, 71 ബാച്ച്. സാറ് കഴിഞ്ഞ തവണ ഒന്ന് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ സാർ ഇപ്രാവശ്യം അത് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തന്നു ഇന്ന്. അപ്പൊ സാറിന്റെ ഒക്കെ ഒരു ഉത്സാഹം കാണുമ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം നടത്താനുള്ള ഞങ്ങളുടെ ഉത്സാഹവും കൂടുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും ആയിട്ട് ചിലരൊക്കെ ഞങ്ങൾക്കും പാടണമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെയൊക്കെ ഫോൺ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ. അപ്പോൾ വരുന്ന എപ്പിസോഡുകളിൽ അവരെല്ലാവരും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സാറിന്റെ പാട്ട് കേൾക്കാം. അത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും 4 വരി പാടണം എന്നുണ്ടെങ്കിൽ പാടാം. പ്ലീസ് റേസ് യുവർ ഹാൻഡ്. ശ്രീജിത്ത് സാർ, കൃഷ്ണകുമാർ സാർ. ഞാൻ രണ്ടുപേരും പാടണോ അതോ നേരിട്ട് വെക്കുന്നോ? എങ്ങനെയായാലും കുഴപ്പമില്ല സാർ, പാടിക്കോളൂ 2 വരി, എന്നിട്ട് വെക്കാം. അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി, നിൻ പുഞ്ചിരി സായകമാക്കി, 7 സ്വരങ്ങളും. ബ്രേക്ക് വരുന്നുണ്ട്, നമുക്ക് പ്ലേ ചെയ്യാം. അതെ, എന്നാ ഓക്കെ പ്ലേ ചെയ്യാം. അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി, നിൻ പുഞ്ചിരി സായകമാക്കി, 5 ശരങ്ങളും പോരാതെ മന്മഥൻ നിൻചിരി സായകമാക്കി, നിൻ പുഞ്ചിരി സായകമാക്കി, 7 സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ, 7 സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ നിൻമൊഴി സാധകമാക്കി, തേൻമൊഴി സാധകമാക്കി. പത്തരമാറ്റും പോരാതെ കനകം നിൻകവിൽ പൂവിനെ മോഹിച്ചു, പത്തരമാറ്റും പോരാതെ കനകം നിൻകവിൽ പൂവിനെ മോഹിച്ചു, 7 നിറങ്ങളും പോരാതെ മഴവില്ല് നിൻ കാന്തിലേടാൻ ദാഹിച്ചു, 7 നിറങ്ങളും പോരാതെ മഴവില്ല് നിൻ കാന്തിലേടാൻ ദാഹിച്ചു, 5 ശരങ്ങളും പോരാതെ മന്മഥൻ
പുഞ്ചിരി സായകമാക്കി നിൻ പുഞ്ചിരി സായകമാക്കി. നീലിമത്തിൽ പോരാതെ വാനം നിന്നിഴീണയിൽ കുടിയിരുന്നു. നീലിമത്തിൽ പോരാതെ വാനം നിന്നിഴീണയിൽ കുടിയിരുന്നു. മധുവിനു മധുരം പോരാതെ പനി നിൻചൊടിക്കിടയിൽ വിടർന്നു നിന്നു. മധുവിനും മധുരം പോരാതെ പനി നിൻചൊടിക്കിടയിൽ വിടർന്നു നിന്നു. അഞ്ചു ശരങ്ങളും പോരാതെ മന്മഥൻ നെഞ്ചിരി സായകമാക്കി നിൻ പുഞ്ചിരി സായകമാക്കി. ഏഴു സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ ഏഴു സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ നിൻമൊഴി സാധകമാക്കി നിൻമൊഴി സാധകമാക്കി. സാർ വളരെ നന്നായി പാടി. നല്ലൊരു എഫേർട്ടായിരുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് ആയിരുന്നെങ്കിൽ എല്ലാവരും ഒരു നല്ലൊരു കയ്യടി തരേണ്ടതാണ്. കാരണം സാറ് എനിക്ക് തോന്നുന്നു ഈ ധ്വനി പ്രോഗ്രാമിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ട് പാടിയ ഒരു അലുമിനി മെമ്പറാണ്. അപ്പോ സാർ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി ഒരു പ്രോഗ്രാമിൽ സാർ മെയിൻ സിംഗർ ആയിട്ട് തന്നെ ഒന്ന് പാടണം. നമുക്ക് നോക്കാം. സാർ മ്യൂട്ടാ തോന്നുന്നു. സോറി മ്യൂട്ടാണ്. ഇനി ആരെങ്കിലും സാർ ഇന്ന് പെട്ടെന്ന് പറഞ്ഞ് സാറിനപ്പോ സോങ് അയച്ചപ്പോഴും അത് പിന്നെ ഡൗൺലോഡ് ചെയ്ത് വേഗം മോളുടെ അടുത്തായതുകൊണ്ട് താങ്ക് യു ഉമ ആൻഡ് ശ്രീജിത്ത്. You have taken a lot of effort for this recording, for receiving the email and all that. Okay, thanks for it. വേറെ ആരെങ്കിലും സോങ് എന്തെങ്കിലും 4 വരി നെക്സ്റ്റ് ടൈം പാടാൻ ഞാൻ പാടാൻ പറ്റുമോ അടുത്തതിൽ? മുഹമ്മദ് ദിലീപ് യെസ് നെക്സ്റ്റ് എപ്പിസോഡിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ വെറുതെ പാടാം. ഹിന്ദി 4 ലൈൻ പാടാം. ദിലീപ് യെസ് പാടട്ടെ. നെറ്റ് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. ഓക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ പാടാം. ഇപ്പോ 4 ലൈൻ ഹിന്ദി പാടാൻ പറ്റുമോ? പാടിക്കോളൂ. जाने कहाँ गए वो दिन कहते थे तेरी राह में नजरों को हम बिछाएंगे चाहे कहीं भी तुम रहो चाहेंगे तुमको उम्र भर तुमको न भूल पाएंगे. Thank you.
താങ്ക് യു. നമുക്ക് ഇനി ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഫുൾ ആയിട്ട് ഒന്ന് പാടാം, നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട്. താങ്ക് യു. വാസന്തി, ടൈമായി. നമുക്ക് മാധവൻ സാർ നിർത്താൻ തോന്നുന്നല്ലേ, ഇനി ആരും ഇല്ലല്ലോ പാടാൻ. നമുക്കിനി വൈൻഡപ്പ് ചെയ്യാം. എല്ലാരും കഴിഞ്ഞല്ലോ. അതെങ്ങനെ കോണ്ടാക്ട് ചെയ്യാ? അതില് നെക്സ്റ്റ് ഏതില് എപ്പിസോഡില് അത് പേര് നോട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഉമ്മ? നെറ്റ് ഇഷ്യൂ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതെ, കോണ്ടാക്ട് ചെയ്യാം. പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ മതി ഉമ്മ ടീച്ചറിനെ. ടീച്ചറിന്റെ നമ്പർ അറിയണം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു ഫോർമൽ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഉമ്മ ടീച്ചറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു വാസന്തി. ആദ്യമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ പുതിയ പ്രിൻസിപ്പലാണ് ഡോക്ടർ രാജീവ്. നമ്മള് സാറ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യണതിന്റെ കൂടെ തന്നെ നന്നായിട്ട് ഒരു പാട്ടിന്റെ ഒരു കുറച്ച് പാട്ടുകൾ പാടി നമ്മളെ ആസ്വദിപ്പിച്ചു. അപ്പൊ ഇനിയുള്ള എല്ലാ ധ്വനി പ്രോഗ്രാമിലും സാറിന്റെ പ്രസൻസ് ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു നല്ല മോട്ടിവേഷനാണ്. സാറിനെ അലുമിനി അസോസിയേഷന്റെ പേരിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ പങ്കെടുത്ത മഹാദേവൻപിള്ള സാറിനെയും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും എല്ലാ അലുമിനി മെമ്പേഴ്സിനെയും, അതുപോലെ തന്നെ ഇന്ന് സിംഗേഴ്സായി വന്നിട്ടുള്ള അലക്സ് സാറ്, സുധ, രാജീവ്, കീർത്തന, 4 പേരും വളരെ ഭംഗിയായിട്ട് പാടി. അവർ 4 പേരെയും എല്ലാ അലുമിനി മെമ്പേഴ്സിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും, പിന്നെ ഇന്ന് നമുക്ക് ഗാനം അയച്ചു തന്നു, അന്ന് കൂടെ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല ഈശ്വരൻ നമ്പൂതിരി, നമ്മളുടെ സ്റ്റാഫാണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ. ഈശ്വരൻ നമ്പൂതിരിക്കും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇത് നന്നായി ഭംഗിയായി എന്നും ഹോസ്റ്റ് ചെയ്യുന്ന ശ്രീജിത്തിനും ഒരു പ്രത്യേക താങ്ക്സ് പറയുകയാണ്. വാസന്തി, എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അറിയിക്കുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ചില സ്ഥലത്ത് ഗുഡ് മോർണിംഗ് ആയിരിക്കും. ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് നൈറ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.